ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോസി ഹോബീസ്. ഇന്നത്തെ വീഡിയോ പച്ചവാഴയൊക്കെ ഉപയോഗിച്ച് പെട്ടെന്നും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ മീഡിയം സൈസിലുള്ള 3 നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. തൊലിയിൽ കുറേ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊലി കളയാതെ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഏത് രീതിയിൽ കട്ട് ചെയ്താലും അത്യാവശ്യത്തിന് കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൽ നമ്മൾ ഏത് പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്കാട്ടോ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്തെടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും ചേർത്തെടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടിയും ചേർത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് 1/2 കപ്പോളം വെള്ളം ചേർത്തെടുക്കാം. വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഗ്യാസ് വെച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഏകദേശം 8 മിനിറ്റോളം അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതിപ്പോൾ ഏകദേശം ഒരു 7-8 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് കുറുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വേറൊരു ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതും അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളക് ആട്ടത് ഇതും കൂടി ഇതിലേക്ക് ചേർത്തെടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മേക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും കൂടി ചെയ്യണേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.